കാവിൽ വീണാനാദം പോലെ, കാവിൽ സന്ധ്യാഗീതം പോലെ, ഒരു നാടൻ പെണ്ണിൻ അനുരാഗം പോലെ, സുഖരാഗം കാറ്റിൽ നിറയുന്നു മെല്ലെ, ഇളകുന്നു കുളിരോളം പ്രണയരാവിൽ വീണാനാദം പോലെ, കാവിൽ സന്ധ്യാഗീതം പോലെ. നൗകയിൽ സർപ്പം പാട്ടിലൊഴുകി വന്നു ഞാൻ, പാരിടമാകവേ പനി നീർത്തൂവി കനകമുകിലുകൾ, സ്വർണ്ണ മത്സ്യങ്ങൾ നീന്തുമീ പൊന്മിഴിപ്പൊയ്ക കണ്ടുവോ, തേനിലാപ്പൂക്കൾ വീഴുമീ സ്വപ്നലോകങ്ങൾ കണ്ടുവോ, ഇതിലേ സ്മൃതിലയ മധുരിമ തഴുകിയ പ്രണയരാവിൽ വീണാനാദം പോലെ, കാവിൽ സന്ധ്യാഗീതം പോലെ. മാസമായി കായൽ തിരകളിളകിയാർത്തുപോ, ചന്ദ്രിക പെയ്തുപോയി കുന്നിൻ ചരിവു പൂവണിഞ്ഞു പോയി, ആലവട്ടങ്ങളേന്തുമീയാൽ മരച്ചോട്ടിയോടിവാ, ഓണവില്ലിൻ്റെ ഈടവായി ഹൃദയ സന്ദേശമോദിവാ, അഴകായി പൂക്കിലഞ്ഞൊറിയുമൊരോർമ്മയിലമൃതരാവിൽ വീണാനാദം പോലെ, കാവിൽ സന്ധ്യാഗീതം പോലെ, ഒരു നാടൻ പെണ്ണിൻ അനുരാഗം പോലെ, സുഖരാഗം കാറ്റിൽ നിറയുന്നു മെല്ലെ, ഇളകുന്നു കുളിരോളം പ്രണയരാവിൽ വീണാനാദം പോലെ, കാവിൽ സന്ധ്യാഗീതം പോലെ. Very good, very good. Very good. Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. അശ്വിൻ ചേച്ചി ബ്യൂട്ടിഫുൾ. താങ്ക് യു ചേച്ചി.
എന്താ പറയാ, നമ്മുടെ മൈ മാസ്റ്റേഴ്സ് റൗണ്ട് എന്ന് പറയുമ്പോ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് പാടുക എന്നുള്ളതാ. ആരെയാ സെലക്ട് ചെയ്തേ? നമ്മുടെ ശരത് സാറിനെ. അപ്പൊ അത് സാറിന്റെ മുമ്പിൽ തന്നെ പാടാൻ പറ്റാന്ന് പറഞ്ഞാൽ നിനക്ക് അത്രയും വലിയൊരു ഭാഗ്യം വേറെ ഇല്ല. അപ്പൊ നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. യെസ്, ശരത് സാർ. അശ്വിനെ സാർ, ഇതിന്റെ സംഗീത സംവിധായകൻ ആരാണ്? സാർ ചക്കരെ വാക്കും കൂടെ പറ കേക്കട്ടെ. സാർ മൂവി സിന്ദൂരരേഖ മ്യൂസിക് ചെയ്തത് ശരത് സാറാണ്. അത് പിന്നെ പറയാൻ ലിറിക്സ് എഴുതിയത് കൈതപ്പുറം സാറാണ്. പാടിയത് ദാസാറും സുജാത മോഹൻ മാം. താങ്ക് യു. മക്കളെ, എൻ്റെ പാട്ടെടുത്തോണ്ട് വന്ന് പാടിയതിൽ കുറേ സന്തോഷം. പ്രത്യേകിച്ച് അത് ഈ ഒരു പാട്ടിനോട് എനിക്ക് കുറച്ച് അമിതമായിട്ടുള്ള പ്രേമമുണ്ട്. ഈ ഒരു പാട്ടല്ല, അതിൻ്റെ ഒരു സത്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാട്ട് വെളി വന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ നമ്മൾ കമ്പോസ് ചെയ്തത് പോലും അല്ല, ഇത് അതിന് കടപ്പെട്ടിരിക്കുന്ന രണ്ട് പേരെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടർ സിബി മലയിൽ സാർ, നമ്മുടെ സിബി അണ്ണാച്ചി, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ രഘുനാഥ് പലേരി, പണ്ണൻ 1 മുതൽ 0 വരെയുടെ ഡയറക്ടർ. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഈ ട്യൂണും ഒക്കെ ആക്കിയത്, പ്രത്യേകിച്ച് സിബിച്ചേട്ടൻ. അപ്പോൾ അത് ഇത് മതി ശരത്തെ എന്ന് പറഞ്ഞു. കാര്യം ഇത് ഇച്ചിരി ചെറിയ തോതിലുള്ളത് കൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ തോതിൽ കേട്ടോ, ചെറിയ തോതിൽ. ക്രോമാറ്റിക് നോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഈസി ആയിട്ട് പാടാൻ പറ്റും. അപ്പൊ ചക്കര, നീ മനോഹരമായിട്ട് പാടിയതാ. അത് ആദ്യം പറഞ്ഞേക്കാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഈ ആലാപ്പിന്റെ ലോ പോർഷനിലെ താഴേട്ട് വരുന്നു, അതിന് മാത്രം കുറച്ച് ക്ലാരിറ്റി ആവും. നിനക്ക് അതിനുള്ള പ്രായം എത്രയായി? 12 എത്ര വയസ്സായി? 19 മോനെ, അത് മാത്രം ഒരു നിനക്കത് കിട്ടും ഇപ്പൊ പാടിയാല്? ശ്രമിക്കാം സാർ. ഒന്ന് ശ്രമിക്കൂ. മാസ്റ്ററുടെ മുമ്പിലിരുന്ന് ശ്രമിക്കാൻ കിട്ടുന്ന അവസരമല്ലേ, ശ്രമിക്കടാ നീ. അത് കുഴപ്പമില്ല മോനെ, അത് കുഴപ്പമില്ല. അത് നിനക്ക് വന്നോളൂ. സാധാരണ ഐറ്റം അറിയാമല്ലോ നിനക്ക്. അത് നമുക്ക് ഫിസിക്കലി നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റാത്തത് ആരുടെയും തെറ്റല്ല, അത് പ്രായത്തിൻ്റെതാണ് കേട്ടോ. അത് ശരിയായിരുന്നു മുത്തേ, അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊരു പ്രസൻസ് ഇല്ലാതിരുന്നുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ബാക്കിയൊക്കെ നന്നായിട്ട്, ചിലതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു നീ പാടുന്ന കേൾക്കാൻ കേട്ടോ. എനിക്ക് പിന്നെ ഒരൊറ്റ ഡൗട്ടുണ്ട്, ഇളകുന്നു കുളിരോളം, അതൊന്ന് പാടിത്തരുമോ? ഇളകുന്നു കുളിരോളം പ്രണയരാവിൽ. വണ്ടർഫുൾ വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ, അസാധ്യം. പിന്നെ ബാക്കിയൊക്കെ നന്നായിട്ട് പാടിയതാ മോനെ. ഈ ഈണമായി ഓണവില്ലിൻ്റെ ഈണമാ, ഓണവില്ലിൻ്റെ ഈണമായി, അത് പിന്നെ ഈണമായി ഹൃദയ സന്ദേശമോ മോദിവാ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അത് ഏതോ ഒരു സ്ഥലത്ത് നീ, അത് ഏതാണ് ചരണത്തിലാണോ? അല്ല, ഓണവില്ലിന്റെ ഈണമായി നീ അത് വേറെ എന്തോ പാടിയത് പോലെ. ആദ്യം അനുപല്ലയില് തന്നെ ചരണത്തിലും പാടി. അത് ഒന്ന് പാടാമോ? സ്വർണ്ണ മത്സ്യങ്ങൾ നീന്തുമീ നീന്തുമീ സ്വപ്നലോകങ്ങൾ കണ്ടുവോ. അടുത്തും കൂടെ പാട്, കേൾക്കാനാണ്. സ്മൃതിലയ മധുരിമ തഴുകിയ പ്രണയ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ, സൂപ്പറായിട്ട് പാടി. അത് നമ്മൾ ചെയ്ത് എനിക്ക് തന്നെ അത് അത്ര ഇഷ്ടപ്പെടുമ്പം നീ മനോഹരമായിട്ട് പാടി ഞാൻ പറയത്തുള്ളൂ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. വെരി നൈസ്. താങ്ക് യു സർ. ഐ ലവ് യു. ലവ് യു ടു സർ. ഷാനിക്ക. അശ്വിനെ സാർ, ഉഗ്രനായിട്ട് പാടിയാണ്. താങ്ക് യു സാർ. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും കൂടെ ഈ മനുഷ്യന് വലിയൊരു കൈയടി. എന്തൊരു കമ്പോസിഷൻ, എന്ത് പറയാൻ. നമ്മൾ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു, ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലത്തെ ഒരു ഓരോരോ ഐറ്റങ്ങളാണ് ഇതുപോലെ ഇങ്ങനെ പടച്ചു വെച്ചേക്കണം. എനിക്കും ഇളകുന്നു നീ. ഞാൻ ആദ്യം വിചാരിച്ചു ഇതെന്തിനാ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു നോട്ട് കൊണ്ടുവയ്ക്കേണ്ട കാര്യം എന്തായിരിക്കും. പിന്നെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അത് അടുത്ത പണിയാവുമെന്ന് വിചാരിച്ചിട്ട് വേണ്ട, അദ്ദേഹത്തിന്റെ ഇഷ്ടം, അദ്ദേഹത്തിന്റെ പാട്ട്, അദ്ദേഹത്തിന്റെ നോട്ട്, ഇളകുന്നു, അതെങ്ങനെങ്കിലും ഇളകട്ടെ, ചെറുതായിട്ട് ഇഷ്ടമുള്ള പോലെ അത് ഇളകട്ടെ. അപ്പം ഉഗ്രനായിട്ട് പാടിയേട്ടാ. നല്ല ഫ്യൂച്ചർ, യു ഹാവ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ കേട്ടോ അശ്വിനെ. ഇങ്ങനെ തന്നെ
ഹാർഡ് വർക്ക് ചെയ്യുക, മുന്നോട്ട് പോവാം. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു MG സർ. അശ്വിൻ സാർ. അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. കാരണം നമ്മുടെ അണ്ണാച്ചിയുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ് പറയേണ്ട കാര്യമില്ല. സാധാരണ ഒരു സംഗീത സംവിധായകൻ്റെ ഒരു റൂട്ടിംഗ് അല്ല, വ്യത്യസ്തമായിട്ടുള്ള ഒരു കമ്പോസിഷൻ ശൈലി. അത് ആലപിക്കണമെങ്കിൽ അത് ഇത്തിരി കഴിവുള്ളവർക്കേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ അണ്ണാച്ചി പറഞ്ഞത്, ശരത്ത് പറഞ്ഞല്ലോ, മോൻ നന്നായിട്ട് പാടി എൻ്റെ ഹൃദയത്തിൽ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീത സംവിധായകൻ്റെ മനസ്സിൽ കയറിയതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ മനസ്സിൽ കയറിയത്. മോൻ നന്നായിട്ട് പാടിയത്. താങ്ക് യു സാർ. നന്നായിട്ട് പാടി. പിന്നെ ആ ലോവർ പോർഷൻ പാരിടമാകവേ പനിനീരിൽ തൂകി, അതെങ്ങനെയായിരുന്നത്? പാരിടമാകവേ പനിനീർ തൂവി കനകമുകിലുകൾ. ഓക്കെ. പിന്നെ ഒരു അക്ഷരം കുന്നിൽ നിന്നുള്ള കൊന്നിൽ നിന്ന് പാടിയതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളേ ഉള്ളൂ അത്. കാരണം ഈ ഒരു പാട്ട് പാടുമ്പോഴത്തേക്ക് അതൊരു വലിയ സംഭവമല്ല. കാരണം സാധാരണ ഒരു പാട്ട് എടുത്ത് വെച്ചിട്ട് ഒരു 2-3 മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു സംഭവമാണ്. പക്ഷേ ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് ലാസ്റ്റിൽ അനുപല്ലവിയിലും ചരണത്തിലും എൻഡ് പോർഷൻ വരുമ്പോഴത്തേക്ക് ആ ക്രൊമാറ്റിക് നോട്ടിൽ ടച്ച് ചെയ്ത് പോകുന്നല്ലോ. ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. പാടി വരുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാറാം. അത് കൃത്യമായിട്ട് ആ കീബോർഡിൻ്റെ ബെല്ലുകൊണ്ട് ആ റൂട്ടിങ്ങിൽ കൃത്യമായിട്ട് പോയി. അപ്പം അതൊക്കെ ഒരു കഴിവാണ്. വെറുതെ ഒരു മനുഷ്യനങ്ങനെ പാടാൻ പറ്റില്ല. അപ്പോൾ യു ആർ എ വെരി ഗുഡ് സിംഗർ. താങ്ക് യു യു സാർ. പ്രൂവ്ഡ് ഇറ്റ്. ഓക്കെ, ഓക്കെ സാർ. ഗുഡ് ലക്ക്. താങ്ക് യു സാർ. താങ്ക് യു സർ. ക്യാപ്റ്റൻ അശ്വിൻ മാം. ക്യാപ്റ്റാ എന്തോ നന്നായിടാ, സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നാമത് ഈ പാട്ട് വളരെ ടഫായിട്ടുള്ള ഒരു പാട്ട്. ശരത് സാറിന്റെ എന്തൊക്കെ പറഞ്ഞാലും പ്രണതോസ്മിയാണ് എന്റെ ഫേവറേറ്റ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. മാർക്കൊന്നും കൂടത്തില്ല. സൂപ്പർബായിട്ടുള്ള. അയ്യോ, ഞാനിത് തുടങ്ങിയ സമയം മുതലേ പറയുന്നതാ. അതെ, എപ്പോഴും ചേച്ചി അല്ല, ഇപ്പൊ എടുത്ത് പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അല്ല, ശരത് സാറിന്റെ പാട്ട് എപ്പോ വന്നാലും പ്രണതോസ്മിയെ ഞാൻ പറയാതെ വിടാറില്ല. ശരി. അശ്വിൻ, ഇതിന്റെ അകത്ത് പറഞ്ഞ ചെറിയ ചെറിയ കെയർലെസ് മിസ്റ്റേക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് കെയർലെസ് ആയിട്ടുള്ള ഒരു സംഭവം വന്നതാണ്. കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അല്ലാതെ ആ ക്രോമാറ്റിക് ഒക്കെ പാടിയത് ഫാന്റാസ്റ്റിക് ആയിരുന്നു. അത് നമ്മുടെ ഓർക്കസ്ട്ര ഗംഭീരമായി വായിച്ചു. സൂപ്പർ ഓർക്കസ്ട്ര പൊളിച്ചു. അത് ആ സ്പെഷ്യലി അനുപല്ലവിയും ചരണമൊക്കെ ഫിനിഷ് ചെയ്യുന്നിടത്ത് ആ ക്രോമാറ്റിക് വരുന്നില്ല, അത് ബാങ് ഓൺ ആയിരുന്നു. അത് ഫാന്റാസ്റ്റിക് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോൻ അതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന സ്ലിപ്പുകളൊക്കെ ആ വോയിസിൻ്റെ ഒരു ഇപ്പോൾ ഈ പ്രായത്തിലെ കുറച്ചുകൂടെ വോയിസ് ഒന്നും കൂടെ ഒന്ന് ശരിയാവാനുണ്ട് അല്ലേ. അതാണ് ആ ബേസ് റേഞ്ച്, ആ സ്കെയിൽ ശരിയാവാത്തതുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ്. അത് മാത്രമാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ആസ് എ സിംഗർ ഉഗ്രനായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഓക്കെ ലീഡർ, മാർക്ക് ചോദിക്കാം. മാസ്റ്റർ 9.4 മാർക്ക്. താങ്ക് യു സാർ. അരെ വാ 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 വാ. മിസ്റ്റേക്ക് രാഗാസ്. MG സർ 9.9. താങ്ക് യു സാർ. ഞാൻ വെറുതെ ഒന്നല്ല, യു ഡിസർവ്. താങ്ക് യു സാർ. മിസ്റ്റേക്ക് ഉണ്ട്, ജസ്റ്റ് ലീവ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക. ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല. ഓക്കെ, മിസ്റ്റേക്ക് രാഗാസ് ടോട്ടൽ 19.3. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. ലീഡർ എന്തോ നീയാണ് ശരിക്കും ലീഡർ. പിന്നല്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.